ವೇಸ್ ಬಿಸಾಕಿದ್ದು? ಹೌದು, ಸಾರಿ. ನಿಮ್ಮಾಜಿ ನಿಮ್ಮನೆ ನೀವೇನು ತಂಗ ಹೊಡ್ದಿರೇನ್ರಿ? ನೀ ದೊಡ್ಡ ಅದ ಎಲ್ಲೇನ್ರಿ ವೇಸ್ ಬಿಸಾಕದಕ್ಕೆ? ನನ್ ಯಾರು ಅಂದು ಗೊತ್ತಿಲ್ಲ ನಿಮ್ಗೆ. ನಿಮ್ ಗಾಂಜಲೆ ಗೇನ್ ಮಾಡ್ತೆ ನೋಡಿ. ಸಾರಿ, ಜಸ್ಟ್ ಗಾಟ್ ಮಿಸ್ಡ್. ഓ, മലയാളിയാണല്ലേ? അതെ. ചുമ്മാതല്ല, ഈ നാട്ടുകാർ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യൂല. സോറി, ഇന്ന് ജസ്റ്റ് മിസ് ആയതാ. ഇത് കണ്ടോ, ഇനി ഞാൻ എങ്ങനെ ഓഫീസിൽ പോവും? എവിടെയാ വാഷ്റൂം? അയ്യോ പ്ലീസ്, ലേഡീസിനെ ഇവിടെ കേട്ടതെന്ന് ഹൗസ് ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാ താൻ പറ, ഇത് ഞാൻ എങ്ങനെ വാഷ് ചെയ്യും? അത് ഈ സ്ട്രീറ്റിന്റെ സെക്കൻഡ് ക്രോസിൽ ഒരു കോർപ്പറേഷന്റെ പൈപ്പുണ്ട്, അവിടെ നിന്ന് വാഷ് ചെയ്യാം. പോടാ. ബാംഗ്ലൂർ ബാബ കോളനി മലയാളി സമാജ സുഹൃത്തുക്കളെ, ബാംഗ്ലൂരിലെ മറ്റ് സമാജങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനമാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. പുലരികളുടെ കതിരിൻ ഒളിതഴുകിയ മൗനത്തിൻ ചിറകടീനി കേൾക്കാമോ? ഒരു മറുമൊഴിതളിൽ നിറമെഴുതിയ സ്നേഹത്തിൻ ഹിമകണികകൾ നീ കേൾക്കാമോ? വേനലകലുവാൻ മഴയുടെ വിരൽ തലോടുവാൻ മനവുമായി എന്നൊഴുകിടുന്നു ഞാനിതിലേ. ഏതു നിമിഷവും എന്നിരവുകൾ വിലോലമായി നിനക്കായൊരുകിടുമെൻ സ്വരമിനിമേ നീ അറിയുമോ? നീലശലഭമേ നീ അണയുമോ എന്നരുമയായി എന്നരികിൽ? സ്വപ്നവനികയിൽ വസന്തവുമായി തീർന്നിതാ. Bye.
എത്ര നാളായടോ ഞാൻ തൻ്റെ പുറകെ നടക്കുന്നു, താൻ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഡു യു ലവ് മീ ഓർ നോട്ട്? ആൻസർ മീ, യെസ് ഓർ നോ. ഹേയ് കം ഓൺ ബേബ്, വൈ ഡോണ്ട് യു കോപ്പറേറ്റ് വിത്ത് മീ? തേഞ്ഞു മാഞ്ഞു പോകുന്ന സാധനമൊന്നുമല്ലല്ലോ മോളെ ഇത്. You bloody cheat. ഹലോ, അവരടി ഇല്ലില്ല, കിടക്കാനോ? ഞാനിതാ ഇവിടെ ഒരു സ്വീറ്റ് ലവ് സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുക. ആ അതല്ലേ രസം, കഥയിലെ നായകൻ നമ്മുടെ സേതുവാ. ആ അതാണ് ഹൈലൈറ്റ്, നന്ദിത. ഇല്ലില്ല, ആളിതൊരു പ്രപ്പോസ് ചെയ്തിട്ടില്ല, എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. ആടെ നീ വെക്കടി, ഞാൻ വിളിക്കാം. ശരി. സേതു, നീ എത്രയും പെട്ടെന്ന് അവളെ പ്രപ്പോസ് ചെയ്യണം. എടാ അവൾക്ക് നിന്നെ ഇഷ്ടാവൂടാ, എനിക്ക് ഉറപ്പുണ്ട്. അളിയാ, ഈ പെണ്ണൊന്നും മണൽത്തരി പോലെയാ. നമ്മൾ എത്ര കൂട്ടുപിടിക്കാൻ ശ്രമിച്ചാലും അവർ ഈ കൈവരടിക്കിടയിലൂടെ ഇങ്ങനെ ഓർന്ന് പൊക്കോണ്ടിരിക്കും. ഇല്ല അളിയ, എനിക്കെൻ്റെ പപ്പായുടെ ഷെയർ ആയിട്ട് ബാംഗ്ലൂരിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിപ്പോൾ ഒരു ചെറിയ കേസ് കിടക്കാം. അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് വരും. പിന്നെ സിറ്റിയിലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബുട്ടീക്ക് ഓപ്പൺ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അതൊന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്രപ്പോസ് ചെയ്യും. എല്ലാത്തിനും ഒരു ജെന്യൂൻ അപ്രോച്ച് വേണം. അമിച്ചളിയ, നീ ലൈഫിൽ ഇത്രയും പ്ലാൻഡായിട്ടാ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എടാ നീ അവളെ വിളിക്ക്, നാളെ ആ ഓറ മാഗസിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്, നമുക്കവളെ മോഡലാക്കടാ. ഹലോ നന്ദ, ഹലോ ഹലോ നന്ദ, ഹലോ ഹലോ നന്ദ. ഹലോ സേതു, എവിടെയാ? ഞാൻ ഇവിടെ ആനന്ദിന്റെ ഓഫീസിലാ. അവിടെ എന്താ? ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി. സേതുവിന് ഇന്ന് വൈകിട്ട് എന്താ പ്രോഗ്രാം? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് സേതുവിനൊന്ന് കാണണമെന്നുണ്ട്, തനിച്ച്. ആ ഞാൻ വരാം. അപ്പം മറക്കണ്ട, 5:30. നന്ദിത എന്നെ വിളിച്ചു. എടാ നന്ദിത, നീ വാ. എന്താ? നന്ദയ്ക്ക് എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം. എപ്പോ? അവളെ എപ്പോ വിളിച്ച? എന്നിട്ട് അവൾക്ക് എന്നോട് തനിച്ച് കണ്ട് എന്തോ പറയാനുണ്ടെന്ന്. എടാ ഇത് 1 വേ അല്ലടിയാ, 2 വേ നാഷണൽ ഹൈവേയാ. അവള് കയറി സ്കോർ ചെയ്യും, എനിക്ക് ഉറപ്പാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ അവളെ പ്രപ്പോസ് ചെയ്യാൻ ഇതിലും നല്ലൊരു ചാൻസ് വേറെ കിട്ടില്ല. സേതു, നീ ഒന്ന് ബോൾഡ് ആവും. ഒരു ടേബിളിന്റെ ഇരുവശവും ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കാതെ അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി ഒരിക്കൽ കൂടി അവൾ കേൾക്കാൻ കൊതിക്കുന്നത് പോലെ നീ അവളോട് പറയണം. താങ്ക് യു. സേതു എപ്പോഴാ തിരിച്ച് ബാംഗ്ലൂർക്ക്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. മേ ബി നെക്സ്റ്റ് വീക്ക്. അതോ കൊച്ചി തന്നെ കൂടാനാണോ പരിപാടി? ನಮ್ಮ ಬೆಂಗಳೂರು ಬಿಟ್ಟು ಬರ್ಕಾಗ್ತಾ ಚಿನ್ನ. ಓ ಹೌದಾ? എന്താ പറഞ്ഞേ? ಕಾಫಿ ತಗೊಂಡು. ആ സേതു നിർബന്ധിച്ചോണ്ട
ഞാൻ ആ ജ്വല്ലറി ആഡ് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. എനിക്കറിയാം നന്ദയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ സോറി. ഏയ്, ഞാനല്ലേ സേതുവിനോട് താങ്ക്സ് പറയേണ്ടത്. ഞാനിപ്പോ എൻജോയ് ചെയ്യാണ്. ഞാൻ ഡിസൈഡ് ചെയ്തു ഈ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ. എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? ഓ, ഞാൻ മറന്നു. സേതുവിന്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടപ്പോ തോന്നി സേതുവിന് നന്നായിട്ട് മാച്ച് ആവുമെന്ന്. താങ്ക്സ്. പക്ഷേ ഞാൻ വാച്ച് യൂസ് ചെയ്യാറില്ല. No, 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 no. I mean, it's nice. Let it be. It's nice. I'll wear it. I like it. Seriously. Thank you, Sedu.